ചോദ്യം: ഫോട്ടോ ശരീരത്തിൽ വെച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാകുമോ? ഉത്തരം: സ്വഹീഹാകുന്നതാണ്. പക്ഷേ ചിത്രങ്ങളുള്ള വസ്ത്രം ധരിച്ചോ ചിത്രങ്ങളുള്ള വിരിപ്പിൽ നിന്നോ നിസ്കരിക്കുന്നത് കറാഹത്താണ്. ചോദ്യം: നിസ്കാരത്തിൽ ഖിബിലയുടെ നേരെ സൂത്രത്തിലേക്ക് തന്നെ തിരിയണമെന്നുണ്ടോ? അതോ ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ മതിയാകുമോ? ഉത്തരം: നിസ്കാരം സ്വഹീഹാകണമെങ്കിൽ ഖിബിലയുടെ ഐനിലേക്ക് ദൂരെ നിന്നാകുമ്പോൾ ഭാവനയുടെ അടിസ്ഥാനത്തിൽ തിരിയൽ ഷർത്താണ്. ഇതാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം. ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിയൽ കൊണ്ട് നിസ്കാരം സ്വഹീഹാവുകയില്ല. ചോദ്യം: ളുഹർ നിസ്കാരം ഖളാ ആയി. എന്നാൽ ളുഹറാണോ അസറാണോ ആദ്യം നിസ്കരിക്കേണ്ടത്? ഉത്തരം: ആദ്യം ഖളാ ആയ ളുഹറാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ളുഹർ നിസ്കരിക്കുമ്പോൾ അസർ ഖളാ ആകുമെങ്കിൽ ആദ്യം അസർ നിസ്കരിക്കേണ്ടതാണ്. ചോദ്യം: നിസ്കാരത്തിൽ എല്ലാവരും ചെറിയ സൂറത്താണല്ലോ ഓതുന്നത്. വലിയ സൂറത്ത് ഓതാൻ പാടില്ലേ? ഉത്തരം: ഓതാം, നല്ലതുമാണ്. സംഘനിസ്കാരമാണെങ്കിൽ മഅ്മൂമുകളുടെ വ്യക്തമായ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ വലിയ സൂറത്ത് ഓതാൻ പാടുള്ളൂ. ഒരു സൂറത്ത് പരിപൂർണമായി ഓതുന്നതാണ് ചില ഭാഗങ്ങൾ മാത്രം ഓതുന്നതിനേക്കാൾ പൊതുവെ ഉത്തമം. എന്നാൽ പ്രത്യേകം സുന്നത്തായ വാരിദായ സുന്നത്തുകൾ ഓതാൻ മഅ്മൂമിങ്ങളുടെ സമ്മതം വേണമെന്നില്ല. ചോദ്യം: ഏതവസരത്തിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ലെന്നാണല്ലോ. ഒരാൾ പോലീസ് ലോക്കപ്പിലായി. പോലീസിന്റെ പീഡനമുറകൾ അരങ്ങേറുന്ന ലോക്കപ്പ് മുറിയിൽ രക്തവും മറ്റ് നജസുമായി നിറഞ്ഞുകിടക്കുമല്ലോ. എങ്കിൽ ലോക്കപ്പിലുള്ള ആൾ നിസ്കരിക്കാൻ എന്തു ചെയ്യണം? സുജൂദ് ചെയ്യേണ്ട നില മുഴുവൻ നജസാണല്ലോ. നിലത്ത് വിരിക്കാൻ തുണി പോലും കിട്ടാത്ത അവസ്ഥയും. എന്താണ് പരിഹാരം? ഉത്തരം: നജസുള്ള സ്ഥലത്ത് തടവിലാക്കപ്പെട്ട ആൾ നജസിനെ തൊടാത്ത വിധം സുജൂദിലേക്ക് തലകുനിച്ചുകൊണ്ട് നിസ്കരിക്കണം. ഈ വിധം നിസ്കരിച്ചാൽ അത് മടക്കൽ നിർബന്ധമാണ്. നജസിന് മുകളിൽ വിരിക്കാൻ ഉടുത്ത തുണിയെങ്കിലും ഉണ്ടെങ്കിൽ അത് വിരിച്ച് നിസ്കരിച്ച് നിസ്കാരം പിന്നീട് മടക്കേണ്ടതില്ല. ചോദ്യം: ഒരു ദിവസത്തിന് 1 കൊല്ലത്തെ ദൈർഘ്യമുണ്ടായാൽ 5 വഖ്ത് നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമോ? ഉത്തരം: പറ്റില്ല. 1 കൊല്ലത്തെ നിസ്കാരം തന്നെ നിർവഹിക്കണം. ചോദ്യം: നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. കിടന്നുകൊണ്ട് നിസ്കാരം തുടർന്ന അയാൾക്ക് വീണ്ടും നിൽക്കാനുള്ള ശേഷി തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നിയാൽ എന്തു ചെയ്യണം? ഉത്തരം: ശേഷിയില്ലാത്തവൻ നിസ്കാരത്തിനിടയിൽ ചെരിഞ്ഞു കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ ശേഷി ആർജിച്ചാൽ ഉടനെ ആ അവസ്ഥയിലേക്ക് പൊങ്ങൽ നിർബന്ധമാണ്.